കർണാടകയിൽ ഉടനീളമുള്ള ഭക്ഷണശാലകൾ 500-ലധികം ഇഡ്ഡലിയിലെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇതിൽ 35 ഇഡ്ഡലികളിൽ അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുണ്ടെന്ന് കണ്ടെത്തി. ഇതിന് കാരണമാകുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുന്ന കാര്യം സംസ്ഥാനം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ആവിയിൽ ഇഡ്ഡലി തയ്യാറാക്കിയതിനു ശേഷം വൃത്തിയുള്ള കോട്ടൺ തുണികളിൽ വയ്ക്കുന്നതാണ് കർണാടകയിലെ പരമ്പരാഗതമായ രീതി. പക്ഷേ ചില ഹോട്ടലുകളിലും വഴിയോര കച്ചവടക്കാരും കോട്ടൺ തുണികൾക്ക് പകരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നു. ചൂടാകുമ്പോൾ ഇവ വിഘടിച്ച് ഹാനികരമായ കെമിക്കലുകൾ രൂപം കൊള്ളുകയും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായി ഹോട്ടലുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം നിരവധി സംഭവങ്ങൾ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയതായും അറിയിച്ചിട്ടുണ്ട്. ഹോട്ടൽ ഉടമകൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നും പ്ലാസ്റ്റിക്കിലെ അർബുദകാരികളായ ഘടകങ്ങൾ ഇഡ്ഡലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഹോട്ടലുകളും തെരുവ് കച്ചവടക്കാരും ഇത്തരം രീതികൾ തുടരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കും. കർണാടകയിലെ 252 സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇഡ്ഡലി സാമ്പിളുകൾ ശേഖരിച്ചു. ഇവയിൽ 52 ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചതായി കണ്ടെത്തി. ഈ രീതി പിന്തുടരുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യനിർമ്മാണ പ്രക്രിയയിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുന്നതിനെക്കുറിച്ചും മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന കാര്യവും പരിഗണിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്.